കെ പി സി പ്രസിഡന്റ് ശക്തമായ രാഷ്ട്രീയം അറിയുന്ന ഒരാളായിരിക്കണം. UDF എന്ന് പറയുന്ന മുന്നണിയെയും മുഖ്യമന്ത്രിയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയം പറയുന്ന ഒരാളായിരിക്കണം. ഹൈക്കമാൻഡിന് ബോധ്യമുള്ള ഒരാളെ മാത്രമേ ഇവിടെ കെ പി സി പ്രസിഡന്റ് ആക്കുള്ളൂ. VD സതീശൻ എന്ന് പറയുന്ന അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്നു. ശ്രീ അടൂർ പ്രകാശ് UDF കൺവീനറായി. അപ്പോൾ ഇനിയൊരു വേണ്ടത് കത്തോലിക്ക ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതാണ്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംബ്ലിയിൽ പോലും ഒരു ഗുണവുമില്ല. പ്രത്യേകിച്ച് കാറോ പെർക്സോ ഒന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, പ്രതിപക്ഷ ഉപനേതാവിന് അവിടെ കോറിഡോറിലൊരു റൂം കിട്ടും. അതുപോലും ശ്രീ പിണറായി വിജയൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്വത വേണം, ശാന്തത വേണം, സ്ട്രാറ്റജി അറിയണം, പൊളിറ്റിക്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പുതിയ KPCC പ്രസിഡന്റ് ആരായിരിക്കും? ചർച്ചകൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. KPCC പുനഃസംഘടനയുമുണ്ട് എന്നാണ് അറിയുന്നത്. പരിശോധിക്കാം നമുക്ക്. ഈ നിർണായകമായ ഘട്ടത്തിലുള്ള KPCC പുനഃസംഘടനയിൽ ആർക്കൊക്കെ ആയിരിക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുക എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ L. അജിത് ചേരുന്നു നമ്മോടൊപ്പം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പേരുകൾ പലതാണ് കേൾക്കുന്നത്, സ്വാഭാവികം. പലപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ ബെന്നി ബെഹനാൻ്റെ പേര് കേൾക്കുന്നുണ്ട്, ആൻ്റണിയുടെ പേര് കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജോസഫ് വാഴക്കൻ്റെ പേര് കേൾക്കുന്നുണ്ട്, ഷാഫി പറമ്പിലിൻ്റെ പേരുണ്ട്. ഇങ്ങനെ പലരുടെയും പേര് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ചർച്ചയിൽ വരുന്നു എന്നാണ് അറിയുന്നത്. ആർക്കാണ് സാധ്യത? കാരണം ഇത് ഒട്ടേറെ ഘടകങ്ങൾ കണക്കിലെടുത്തായിരിക്കുമല്ലോ ഈ സ്ഥാനത്തേക്ക് ആരെങ്കിലുമൊക്കെ പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അത് ഇപ്പോൾ ലിയോ പറഞ്ഞ പേരുകളെല്ലാം തന്നെ ഇങ്ങനെ മുഴച്ചു നിൽപ്പുണ്ട്, അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. പക്ഷേ നമ്മുടെ ആരോഗ്യമന്ത്രി KM മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാര്യങ്ങൾ പുള്ളിയെടുത്ത് സംസാരിക്കുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി എന്നുള്ളതിലുപരി ആയിട്ട് രാഷ്ട്രീയം പറയുന്നത് KM മുരളീധരനാണ്. അതെ, യഥാർത്ഥത്തിൽ VD സതീശനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ രാഷ്ട്രീയം പറയുന്നത് KM മുരളീധരൻ. എനിക്ക് തോന്നുന്നു നമ്മുടെ സുഹൃത്തുക്കൾ മാധ്യമപ്രവർത്തകരും ചെന്ന് കൂടുതൽ രാഷ്ട്രീയം ചോദിക്കുന്നത് KM മുരളീധരൻ. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി തിരഞ്ഞെടുത്ത അതേ ഫോർമാറ്റിൽ AICC ഉള്ളൊരു തീരുമാനമായിട്ട് ഉണ്ടാകുക എന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അലക്കഴിപ്പും മത്സരത്തിനും അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തെരിയപ്പെടുന്ന ഒരാൾ, AICC തെരിയപ്പെടുന്ന ഒരാൾ, ഹൈക്കമാൻഡിന് ബോധ്യമുള്ള ഒരാളെ മാത്രമേ ഇവിടെ KPCC പ്രസിഡന്റ് ആക്കുള്ളൂ. അതിന് പ്രധാന കാരണം മുഖ്യമന്ത്രിയുമായിട്ട് ചേർന്ന് പോകുന്ന ഒരാളായിരിക്കണം. രണ്ടുപേര് രണ്ട് സ്വരത്തിൽ സംസാരിക്കാൻ പാടില്ല. അല്ല, ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്, അതിലെനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ. അതായത് ചിലരൊക്കെ പല കാര്യങ്ങൾ പറയുമല്ലോ, ഈ എന്താണ്, സോഴ്സുകൾ പലതാണ്, അത് പല രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടും. അതിൽ ചിലതൊക്കെ പറയുന്നത്, ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി കസേരയിലേക്ക് VD സതീശൻ എത്തി. അന്ന് ആ കസേര ലക്ഷ്യം വെച്ചത് KCയും ഉണ്ടായിരുന്നു. KCയുടെ മോഹഭംഗം അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. VD സതീശനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല, ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയ ഒരാളെ കൊണ്ടുവരണം. അപ്പോൾ KC ക്യാമ്പിൽ നിന്നായിരിക്കും KPCC പ്രസിഡന്റ് വരിക. അത് വന്നു കഴിഞ്ഞാൽ VD സതീശനെ ഒന്ന് മെരുക്കും. ഇങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് VDയുമായി ഒത്തുപോകുന്ന ആളായിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. ഞാനീ പറഞ്ഞത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ടുള്ള KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിമാരും UDF കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF അധികാരത്തിൽ വരുമ്പോൾ എപ്പോഴും അത് വല്ലാതെ ഉറ്റുനോക്കുന്ന ഒരു ഫോർമുലയാണ്. KPCC പ്രസിഡൻറ്റിൻ്റെ രാഷ്ട്രീയ ചിന്തയ്ക്കനുസരിച്ചാണോ മുഖ്യമന്ത്രി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ KPCCക്ക് യോജിച്ച രീതിയിലാണോ എന്നുള്ളതാണ്. അതിന് സട്ടിൽ എക്സാമ്പിളാണ് ശ്രീ KM മുരളീധരൻ. അദ്ദേഹം ഒരു കാലഘട്ടത്തിലും ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തൊന്നും ഒരേതൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല, വളരെയധികം സിങ്ക് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ അതിനൊരു നേട്ടവും ഉണ്ട്, ഭരണ നേട്ടവും. മുന്നണിയിൽ പാർട്ടിയും സർക്കാരും ഒന്നിച്ചു ഒരേ സ്ഥലത്തിൽ പോകുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, രണ്ടുപേര് തമ്മിൽ ഡിസ്കോഡ് ഉണ്ടാകാതെ ഒരു മെയ്യായിട്ട് നീങ്ങുക എന്നുള്ളൊരു സാഹചര്യമാണ് അവർക്ക് വേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. LDF പോലെ അല്ല, UDF പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് കൂടുതൽ ജനാധിപത്യമുള്ളതാണ്. അവിടെ അവരിങ്ങനെ ഇതൊക്കെ പല സ്വരങ്ങളും പല രീതിയിൽ അത് പ്രകടിപ്പിച്ചെന്ന് വരും പരസ്യമായിട്ടൊക്കെ. പക്ഷേ ആത്യന്തികമായ തീരുമാനം വരുമ്പോൾ ശരിക്കും ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിട്ടാണ് അവരുടെ സംഘടനാപരമായിട്ടും ഇതുവരെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ലയോ ഇപ്പോൾ ആ ഒരു ഇതിൽ പറയുന്നത്. കാരണം ഇപ്പോൾ സണ്ണി ജോസഫിന്
വൈദ്യുതി മന്ത്രിയായിരിക്കെ തന്നെ KPCC പ്രസിഡന്റിൻ്റെ ഉത്തരവാദിത്വം കൂടെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഹസാഡിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതെ അതെ, വലിയ ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് KPCC പുനഃസംഘടന ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇതിൽ വരുമ്പോൾ പലതരത്തിലുള്ള ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടാവും അല്ലേ? സാമുദായിക സമവാക്യം ശരിയായിരിക്കണം, അതിനോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ പൊസിഷൻ ആകാമോ ആകാൻ പാടില്ലയോ എന്നുള്ള കാര്യം അത് അവരായിരിക്കും തീരുമാനിക്കുക. അങ്ങനെ അത് ആ ഒരു വിഷയത്തിൽ സ്ട്രിക്റ്റായി പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്ര കടുപിടുത്തമില്ല എന്നുണ്ടെങ്കിൽ MP ആവാം, MPക്ക് KPCC പ്രസിഡന്റ് ആവാം, അല്ലെങ്കിൽ MLAക്ക് മന്ത്രി പദവി ഇല്ല എന്നുണ്ടെങ്കിൽ KPCC പ്രസിഡന്റ് ആവാം. എങ്ങനെ ഒരു തീരുമാനം വരികയാണെന്നുണ്ടെങ്കിൽ പലർക്കും പലരുടെയും പേരുകൾ, ഒന്നിലേറെ പേരുകൾ വരുമെന്ന് തോന്നുന്നു. അല്ല, ഇതിപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അത് തന്നെയായിരുന്നു ഒരു പ്രശ്നം. ലിയോ ഇപ്പോൾ ചോദിച്ച അതേ പ്രശ്നമായിരുന്നു. MP ആയിരിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയാകാൻ വരണം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ MLA ആയവർക്ക് മുഖ്യമന്ത്രിയാകണം, പാർട്ടിയിൽ സീനിയോറിറ്റി ഉള്ളതുകൊണ്ട്. പിന്നെ മുമ്പ് മന്ത്രിയായിരുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിസ്ഥാനത്തും ഇരിക്കാതെ 5 തവണ MLA, 25 വർഷം MLA, 26-ാം വർഷം, അതായത് 6-ാം തവണ MLA ആയപ്പോൾ മുഖ്യമന്ത്രി തന്നെ നമ്പർ 1 തന്നെ ആയി, ശ്രീ VD സതീശൻ. അപ്പോൾ അതൊക്കെ ഒരു നല്ല കീഴ്വഴക്കമാണ്, ഇപ്പോൾ തുടങ്ങിയ ഒരു നല്ല കീഴ്വഴക്കമാണ്. മറ്റേത് ശ്രമിച്ചു നോക്കുന്നതാണ്. ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ രീതി അനുസരിച്ച് അങ്ങനെ ഒരു ശ്രമമാണ്. അത് AICC ഉണ്ട് അത്തരം കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, നമ്മുടെ ശ്രീ ശശി തരൂരോടെ AICC പ്രസിഡന്റ് ആകാൻ മത്സരിച്ചതൊക്കെ. അപ്പോൾ അതുപോലുള്ളൊക്കെ ഉള്ള താല്പര്യങ്ങൾ ഇവിടെയും പ്രകടിപ്പിക്കുക ആളുകൾ. പക്ഷേ അതുകൊണ്ട് പാർട്ടി ഒന്നടങ്കം തകർന്നൊന്നോ തരിപ്പണാകുമെന്നോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട. കുറച്ച് ജനാധിപത്യ പ്രക്രിയ കൂടുതൽ മാനിക്കുന്ന ഒരു കൂട്ടരാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ അതങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ കാലത്തും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFൽ എല്ലാ സമുദായത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ LDFൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. LDFൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. സമുദായം ജാതി മതമൊന്നുമില്ല. അവരുദ്ദേശിക്കുന്ന ജാതി ഏതാണോ ആ ജാതി മതമാണ് ഞങ്ങളുടെ മുന്നണി എന്നാണ് LDF പറയുന്നത്. അത് പക്ഷേ അവർക്കില്ലല്ലോ, കോൺഗ്രസ്സിനതില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. AK ആന്റണി ഉണ്ടായിരുന്നു, K കരുണാകരൻ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും. ഇപ്പോൾ VD സതീശനായില്ലേ. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ ജനാധിപത്യം ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ്സിലപ്പോൾ അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് ആ ജനാധിപത്യ പ്രക്രിയ മാനിക്കുകയും ലിയോ ചോദിച്ച സാമൂഹിക സംഘടനകളുടെ സമവാക്യങ്ങളെല്ലാം കൂടെ പരിഗണിച്ചിട്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ ലിയോ പറഞ്ഞു വന്ന 4-5 പേരുകളിലൊന്ന് യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ പെടാൻ സാധ്യതയുള്ളത് ജോസഫ് വാഴക്കനാണ്. കാരണം ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയിലേക്കുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹം ഏതോ മണ്ഡലം ചോദിച്ചിരുന്നു, കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു മന്ത്രിയാകേണ്ട ആളാണ്. കാരണം എനിക്ക് തോന്നുന്നു ശ്രീ VD സതീശൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെക്കാളും സീനിയറാണ് പാർട്ടിയിൽ. അദ്ദേഹത്തിന് ആ ബഹുമാനമുണ്ട്. ശ്രീ VD സതീശന് മുഖ്യമന്ത്രിക്ക് ജോസഫ് വാഴക്കനോട് തന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള ബഹുമാനവുമുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ അവിടെ ഇതായിട്ട് വെച്ചിട്ടില്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജോസഫ് വാഴക്കൻ്റെ പേര് അവിടെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരിക എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മേളിലാകും പൊളിറ്റിക്കൽ സെക്രട്ടറി. CPM ഇപ്പോൾ പലപ്പോഴും നടക്കാറുള്ള നമ്മൾ കണ്ടിട്ടുള്ള രീതി. ആ രീതി ചിലപ്പോൾ കോൺഗ്രസ്സിൽ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കിയേക്കും. അപ്പോൾ അതുകൊണ്ട് പുള്ളി അങ്ങോട്ട് പോയിട്ടില്ല. അതേസമയം പുള്ളി KPCC പ്രസിഡന്റ് ആകില്ല, KPCC പ്രസിഡന്റ് ആകണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളിക്കാണ് നറുക്ക് വീഴാൻ കൂടുതൽ സാധ്യത. കാരണം ഓൾറെഡി അസംബ്ലി സീറ്റ് നിഷേധിക്കുക കൂടെ ചെയ്ത സ്ഥിതിക്ക് ബാലൻസ് ചെയ്ത് വരും. പിന്നെ അതുകൂടാതെ സണ്ണി ജോസഫ് കത്തോലിക്കനാണ്. അദ്ദേഹത്തിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കത്തോലിക്കനെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് ജോസഫ് വാഴക്കനാണ് അതിൻ്റെ കൂടുതൽ സാധ്യത. മറ്റൊന്ന് VD സതീശൻ എന്ന് പറയുന്ന അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ശ്രീ അടൂർ പ്രകാശ് UDF കൺവീനറായി. അപ്പോൾ ഇനിയൊരു വേണ്ടത് കത്തോലിക്ക ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത്തരം ഞാൻ പറഞ്ഞ നേരത്തെ ലിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ ഇക്വേഷൻസ്, സമവാക്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സമവാക്യം കൂടുതൽ യോജിക്കുന്നത് ജോസഫ് വാഴക്കനാണ്. ബെന്നി ബെഹനാൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളി സീനിയറാണ്, മിടുക്കനാണ്, സംഘാടകനാണ്, വലിയ നല്ല തലയെടുപ്പുള്ള വ്യക്തിത്വമൊക്കെ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജോസഫ് വാഴക്കനെ നമ്മൾ കുറച്ച് കാണുന്നതല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ബെന്നി ബെഹനാൻ. പക്ഷെ ബെന്നി ബെഹനാൻ MP ആണ് ഓൾറെഡി. ആന്റോ ആന്റണി MP ആണ് ഓൾറെഡി. കൊടിക്കുന്ന് സുരേഷ് MP ആണ്. ഷാഫി പറമ്പിൽ MP ആണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ കൊണ്ടുവരേണ്ട കാര്യം എന്താ? അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇപ്പോൾ സണ്ണി ജോസഫിനെ തുടരുന്ന എങ്ങനെ? സണ്ണി ജോസഫ് IG മന്ത്രി ആയിരിക്കുന്നതുകൊണ്ട് പാർട്ടി
ഫുൾ ടൈം പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു ആക്ഷേപത്തിലല്ലേ നമ്മൾ ഈ പുനഃസംഘടനയെക്കുറിച്ച് നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജനം ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിക്ക് 2 സ്ഥാനങ്ങൾ വേണ്ട എന്നുള്ള AICCയുടെ തീരുമാനമുണ്ട്. ആ തീരുമാനം വെച്ച് നോക്കുമ്പോൾ ജോസഫ് വാഴക്കനാണ് എല്ലാ അർത്ഥത്തിലും അർഹിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഞാൻ 1-2 എന്താണ് യുവ കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ചിലർക്കൊക്കെ ഈ കീഴ്വഴക്കങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് നല്ലൊരു സംഘാടകൻ, ഒരു യുവമുഖം അങ്ങോട്ടേക്ക് വരണം എന്നൊരു ആഗ്രഹമുണ്ട്. കൂടുതൽ പേരെ സംഘടിപ്പിക്കണം, ശക്തമായ സമരങ്ങൾ നടത്താനും അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ സംഘാടനവുമായി മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരാളായിരിക്കണം, ആൾക്കാർക്കിടയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന, നല്ലൊരു പ്രചാരമുള്ള, നല്ല ഒരു ഫെയിം ഉള്ള ഒരു മുഖമായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അവർ എനിക്ക് ഏകദേശം പിടികിട്ടി. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പേരെന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലാകുമ്പോൾ ഓക്കെ, അപ്പോൾ ഒരു മുസ്ലിമിനെ KPCC പ്രസിഡൻ്റാക്കി എന്നുള്ളൊരിതുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം. അതുപോലെ തന്നെ അവർ സംസാരിച്ച വേറൊരു പേര് കൊടിക്കുന്നിൽ സുരേഷിൻ്റേതാണ്. ഒരു ദളിത് മുഖം അല്ലെങ്കിൽ അങ്ങനെ ഒരാളിനെ കൊണ്ടുവരാൻ സാധിക്കും. അദ്ദേഹം ആകുമ്പോൾ സീനിയറാണ്, പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉണ്ട്, ഡൽഹിയിലും നല്ല പിടിപാടുണ്ടാവണം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും സംസാരിച്ച് കേൾക്കുന്നു. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് സണ്ണി ജോസഫിനെ കുറിച്ച് അധികം ആരും കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ 4ാമത്തെ തവണയാണ് MLA ആയിട്ട് മന്ത്രിയാകുന്നത്. 3 തവണ MLA ആയ ഒരാൾ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ ആക്ഷേപങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, പ്രക്ഷോഭങ്ങളൊന്നും പാർട്ടികളിൽ കലാപക്കൊടിയൊന്നും നടത്തിയിട്ടില്ല, അക്രമവും അച്ചടക്കമുള്ള പ്രവർത്തകനായിരുന്നു. അന്തസ്സായിട്ട് പുള്ളിയുടെ നേതൃത്വത്തിലല്ലേ ഇപ്പോൾ അസംബ്ലി പിടിച്ചെടുത്തത്. അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. പാർട്ടിക്ക് നേതൃത്വം നടക്കുന്ന പാർട്ടി പ്രസിഡന്റ് അല്ലേ ക്രെഡിറ്റ് പോകേണ്ടത്. അപ്പം അദ്ദേഹത്തിനല്ലേ ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അങ്ങനെ വിലയിരുത്തണമല്ലോ. നമ്മൾ എല്ലാ മിടുക്കുകളും വേറെ ആൾ കൊണ്ട് ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നല്ല. പള്ളിയുടെ കാലത്തിലല്ലേ ഭരണം പിടിച്ചെടുത്ത് 10 വർഷത്തിന് ശേഷം. അപ്പോൾ നമ്മളത് അംഗീകരിക്കണമല്ലോ. അപ്പം ആർക്കാണ് കഴിവില്ല, ആർക്ക് കഴിവുണ്ട് എന്നൊക്കെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരോ KSUക്കാരോ പറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങ് വിധി എഴുതാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. ഇപ്പോൾ ജോസഫ് വാഴക്കനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ അദ്ദേഹവും നല്ല രാഷ്ട്രീയമായിട്ട് വളരെ എലൈറ്റായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന ആളാണ്. നല്ല കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ്, ശരിക്കും കപ്പാസിറ്റി കഴിവുള്ള മനുഷ്യനാണ്. അഗ്രസീവ് ആണോ എന്നുള്ളതാണ് അഗ്രസീവ്നെസ്. അതായത് ഈ 2 പേര് വരാൻ കാരണം ഇത്തരം പേരുകൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പേരുകളും അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഓരോ സീനിയേഴ്സൊക്കെ എത്രത്തോളം അഗ്രസീവ് ആകും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഇല്ല, നമുക്ക് പെർട്ടിനൻ്റ് ആയപ്പോരെ, ടു ദ പോയിന്റ് ആയപ്പോരെ. ഈ ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ജോസഫ് വാഴക്കനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ 10 വർഷവും ചാനൽ ചർച്ചകളിൽ പോലും അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുമ്പോൾ നമ്മളോടൊക്കെ വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നല്ല മുതിർന്നൊരു പക്വതയാർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ചിന്തയും പ്രവർത്തനവും തീരുമാനങ്ങളും നയവും ഒക്കെ പറയാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹം വന്നാൽ ഒരു തെറ്റും ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹം വന്നാലുള്ള ഗുണമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളുകൾ 2 സ്ഥാനം MP സ്ഥാനമുള്ള ഒരാൾ തന്നെ വീണ്ടും KPCC പ്രസിഡന്റ് ആവുന്നു, MLA സ്ഥാനമുള്ള ഒരാൾ KPCC പ്രസിഡന്റ്. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും കീഴ്വഴക്കങ്ങളും അനാവശ്യ കീഴ്വഴക്കങ്ങളും ഉണ്ടാക്കണ്ട എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനൊരു സ്ഥാനം കൂടെ നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇതെല്ലാം ഈ അലക്കുന്ന ആരാ? നമ്മൾ തന്നെ, മാധ്യമപ്രവർത്തകരാ. അപ്പം പക്ഷെ നമ്മൾ പറയുന്ന ഒരാളെ എടുക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. നമുക്ക് യോഗ്യത സാധ്യത അങ്ങനെയുള്ളൊരു അതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വാഴക്കന് കൂടുതൽ സാധ്യതയുണ്ട്. പർട്ടിക്കുലർലി അദ്ദേഹത്തിന് ഈ അസംബ്ലി സീറ്റ് നിഷേധിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അക്കോമഡേഷൻ കൊടുക്കണമല്ലോ. അതെ. 13ാം നിയമസഭ 2011-16 നിയമസഭയിൽ അംഗമായിരുന്നു. ഇപ്പോൾ മൂവാറ്റുപുഴയിൽ. അതുപോലെ തന്നെ അദ്ദേഹം KPCC വൈസ് പ്രസിഡന്റും KPCCയുടെ സ്പോക്സ് പേഴ്സണുമാണ്. വളരെ ശക്തനായ ഒരു നേതാവാണ്, മുതിർന്ന നേതാവാണ്. ഒട്ടേറെ നാളായി നമുക്ക് അറിയാവുന്ന മുഖ്യധാരയിൽ നിലനിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ വരുമ്പോൾ അത് കോൺഗ്രസ് മുതൽക്കൂട്ടായിരിക്കും, പക്വതയുള്ള ഒരു നേതാവ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ അങ്ങ് പറഞ്ഞത് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഒരു അഗ്രസീവ് മുഖമല്ല വേണ്ടത്. പാർട്ടിക്ക് നേതൃത്വം നൽകുമ്പോൾ ഒരു പക്വതയുള്ള മുഖമാണ്. നേരത്തെ നമ്മൾ സംസാരിച്ച ചിലപ്പോൾ ജൻസിയിൽപ്പെട്ടവരായിരുന്നത് കൊണ്ടായിരിക്കാം അവർക്കെല്ലാം ഒരു മറ്റൊരു ലൈനാണ്, ആവേശത്തിൻ്റെ ഒരു മുഖമാണ്. അല്ല, നമ്മളിപ്പോൾ ശ്രീ സണ്ണി ജോസഫിൻ്റെ കാര്യം തന്നെ
അദ്ദേഹം എന്ത് പക്വതയായിട്ട് പ്രവർത്തിച്ചത്. അദ്ദേഹം ഒരു വിവാദങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ. അതെ അതെ അദ്ദേഹം വളരെ മാന്യമായിട്ടല്ലേ, ഈവൻ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്തുള്ള KPC പ്രസിഡന്റ് പോലും ഒരിക്കൽ പോലും അഗ്രസീവായിട്ട് ഈ പറഞ്ഞ ജൻസിയുടെ വികാരമൊന്നും പുള്ളി പ്രകടിപ്പിക്കാൻ നിന്നില്ലല്ലോ. അതെ. ശാന്തമായിട്ട് പ്രവർത്തിച്ചില്ലേ, എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ജയിപ്പിച്ചില്ലേ, അതെ എല്ലാ ഉപതെരഞ്ഞെടുപ്പും ജയിപ്പിച്ചു, അസംബ്ലിയിലും ജയിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളല്ലേ വേണം. നമുക്ക് പക്വത വേണം, ശാന്തത വേണം, സ്ട്രാറ്റജി അറിയണം. അതെ സ്ട്രാറ്റജി അറിയണം, പൊളിറ്റിക്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അതിന് എന്തുകൊണ്ടും എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. വഴക്കൻ സ്കൂൾ തലം മുതലാണ് KC-യിലൂടെയാണ് ശക്തമായി വരുന്നത്. KC സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെയും സീനിയറാണ്. VD സതീശനും അദ്ദേഹത്തോട് വളരെ ബഹുമാനവും ആദരവും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം തന്നെ അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ വരുമ്പോൾ അവർ തമ്മിൽ സിങ്ക് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ശ്രീ K മുരളീധരൻ ഉണ്ടായിരുന്നു KPC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്ത് വളരെ സിങ്ക് ചെയ്ത് പോയിരുന്നു എന്നറിയും. വളരെ അതുകൊണ്ട് തന്നെ മനോഹരമായിട്ട് മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാളായിരിക്കണം. ചുമ്മാ വെറുതെ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെയും ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങളെയും എതിർക്കുക. ഇപ്പം തന്നെ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊരു സംഭവം വന്നില്ലേ, മുഖ്യമന്ത്രി തന്നിഷ്ടത്തിന് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതേ ചോദ്യം ശ്രീ KM അടുത്ത്, K മുരളീധരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹം എങ്ങനെ ചെയ്യുന്നത്, KPC പ്രസിഡന്റ് മന്ത്രിയാണ്, വൈദ്യുതി മന്ത്രിയാണ്, രാഷ്ട്രീയകാര്യ സമിതിയിലുള്ള AICC മെമ്പറായിട്ടുള്ള KM-ഉം RC-യും ഞങ്ങൾ മന്ത്രിസഭയിലുണ്ട്, 2 വൈസ് പ്രസിഡന്റുമാർ ചെറുപ്പക്കാർ അവർ മന്ത്രിസഭയിലുണ്ട്, ശ്രീ PC വിഷ്ണുനാഥ്, അങ്ങനെ എല്ലാവരും ഉണ്ടപ്പോൾ അദ്ദേഹം തോന്നിയ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എങ്ങനെ സുധാസ്. കാരണം നമ്മുടെ ഈ മാധ്യമപ്രവർത്തകർ വ്യാഖ്യാനിച്ചിട്ട് പ്രതിപക്ഷത്തിനെ കൊണ്ട് അങ്ങനെ കൂടെ പറയിക്കുക കൂടെ ചെയ്യുന്നതാണ്. അപ്പം അത്തരം പേരുദോഷങ്ങളൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ നന്നായിട്ട് പോകണം. മന്ത്രിസഭയും പാർട്ടിയും തത്വത്തിൽ അംഗീകരിച്ച് പോകുന്ന ഒരാളായിരിക്കണം, പക്വതയുള്ള ഒരാളായിരിക്കണം. ജൻസിയുടെ ആവേശമൊന്നും കാണിച്ച് വെറുതെ അപകടത്തിലൊന്നും ചാടിക്കുന്ന ഒരാളാകരുത്. രാഷ്ട്രീയ പക്വത വേണം. എനിക്ക് തോന്നുന്നു ഈ K മുരളീധരൻ എന്ന നേതാവ് മന്ത്രി സ്ഥാനത്ത് അവിടെ ഉള്ളത് വലിയൊരു ഒരു അസറ്റാണെന്ന് തോന്നുന്നു UDF മന്ത്രിസഭയെ. അതാണ് ഞാൻ നമ്മുടെ ഈ ടേക്കിൻ്റെ ആദ്യ തവണ തന്നെ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈവൻ RC പോലും ശ്രീ രമേശ് ചെന്നിത്തല പോലും രാഷ്ട്രീയം അധികം പറയുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വകുപ്പ് നന്നായിട്ട്, ആഭ്യന്തര വകുപ്പ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉണ്ടാക്കി ശ്രീ KM-ൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയം പറയുന്നത്. ശ്രദ്ധിച്ചില്ലേ, കൃത്യമായ രാഷ്ട്രീയമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പക്വതയുള്ള ഒരാളുടെ അഭിപ്രായം എടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. AICC തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കും, മുഖ്യമന്ത്രിയെ തീരുമാനിച്ച അതേ ഫോർമാറ്റ് AICC KPCC പ്രസിഡന്റിനെ തീരുമാനിക്കും. അപ്പോൾ അവിടുത്തെ ഫോർമാറ്റ് എന്താണ്? ഇരട്ട പദവി പാടില്ല. അതെ. ഇപ്പോൾ ലിയോ സൂചിപ്പിച്ച പേരുകളിൽ ഒരാൾക്ക് പോലും ഒരു സ്ഥാനം ഇല്ലാത്തതായിട്ടില്ല, എക്സെപ്റ്റ് ജോസഫ് വാഴക്കൻ. അതെ, ആന്റണിയുടെ പേര്, ബെന്നി ബഹനാൻ MP ആണ്, മാത്യു കുഴൽനാടൻ്റെ MLA ആണ്. എന്ത് ചെയ്യാൻ ഓരോരുത്തർക്കും ഇങ്ങനെ ഇത്രയധികം പദവി കൊടുക്കേണ്ട കാര്യമുണ്ടോ? സ്വന്തം മണ്ഡലമൊക്കെ നോക്കി ജനം തിരഞ്ഞെടുത്ത ആ പദവിയിലേക്ക് ഇരുന്ന് നന്നായിട്ട് പ്രവർത്തിക്കുക, അതല്ലേ വേണ്ടത്. അല്ലാതെ KPC പ്രസിഡന്റ് കൂടെ ഉണ്ട്. ഓഫ്കോഴ്സ് അതിനകത്തൊരു സംഭവം എന്ന് പറയുന്നത് KPC പ്രസിഡന്റ് ആകാൻ ഇങ്ങനെ മുന്തുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭരിക്കുമ്പോഴാണെങ്കിലും ഭരണത്തിലില്ലാത്തപ്പോഴാണെങ്കിലും രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമാകുകയാണ് ഇവർ ബൈ ഗുഡ് ഓഫീസ് ഓഫ് ബീയിങ് പ്രസിഡന്റ് ഓഫ് പ്രദേശ് കമ്മിറ്റി. അതാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമാകുകയാണ് ഇവർ. അതൊരു വലിയ കാര്യമാണ്, വലിയ നേട്ടമാണ്. അപ്പോൾ അതുകൂടെയാണ് ഈ KPC പ്രസിഡന്റ് ആകാൻ എന്നെ കൂടെ എടുക്കൂ, എന്നെ കൂടെ പരിഗണിക്കൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. ഇവർ ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പ് ഓഫ് KPC പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ രാഷ്ട്രീയകാര്യ സമിതിയുടെ ആൾക്കാർ കൂടെ ആകും. അതിലേക്ക് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദത്തിന് വേണ്ടിയാണ് ഈ കിടന്ന് തള്ളുന്നത്. ഈ മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തപ്പോൾ മുതിർന്ന നേതാക്കൾ പലരുടെയും അഭിപ്രായം നിർണായകമായെന്ന് കേട്ടു. ഇതിലും അങ്ങനെ വരുമായിരിക്കുമല്ലോ അല്ലേ? അതോ അത്രയ്ക്കൊന്നും പോകേണ്ടി വരില്ല? ഇതിനകത്ത് അത്രയ്ക്കൊന്നും പോകേണ്ട. നമ്മളീ പറഞ്ഞ അവരുടെ ഒരു ഫോർമുല വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഇരട്ട പദവികൾ വേണ്ട, ഇരട്ട പദവികൾ ഉള്ള ആളുകൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് പ്രയാസപ്പെടേണ്ട. ഇൻഡിപെൻഡൻ്റ് ഇപ്പോൾ ജോസഫ് വാഴക്കനെ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്ന കാര്യം, പുള്ളി ഒരു പദവി ഇല്ലല്ലോ. ഇതല്ലാതെ ഏതെങ്കിലും ഒരു വിസ്മയ കാൻഡിഡേറ്റ് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, കാരണം ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ട പദവി ആയതുകൊണ്ട് അങ്ങനെ പരീക്ഷണം നടത്താനുള്ളതല്ല. പരീക്ഷണം നടത്താൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് CPM LDF, CPM മാത്രമേ ഉള്ളൂ ഇപ്പോൾ LDF-ൽ. CPM ഇങ്ങനെ പഴയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുമ്പോൾ KPC പ്രസിഡന്റ് ശക്തമായ രാഷ്ട്രീയം അറിയുന്ന ഒരാളായിരിക്കണം.
ശക്തമായിട്ട് രാഷ്ട്രീയം അറിയുകയും പറയുകയും ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം. അതെ, അത് മുന്നണി സംവിധാനത്തിന് UDF എന്ന് പറയുന്ന മുന്നണിയെയും മുഖ്യമന്ത്രിയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയം അറിയുന്ന പറയുന്ന ഒരാളായിരിക്കണം. വളരെ വൈബ്രൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് മറുപടി കൊടുക്കാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം. അത് ശ്രീ വാഴക്കൻ മിടുക്കനാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു കൃത്യമായ റീഡിങ്, എൻ്റെ റീഡിങ്. അതെ. വേറൊന്ന് കാരണം ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചു, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അവസരം കിട്ടുമ്പോഴൊക്കെ തന്നെ വാർത്താ സമ്മേളനം നടത്തി ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ ഒട്ടേറെ കാര്യങ്ങളിൽ പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴും വലിയ പരാജയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭരണപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതാണ്. കാരണം 9 സിറ്റിംഗ് MLA-മാർ ഇല്ലാണ്ടായിപ്പോയി. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ 7 ഘടകകക്ഷികൾ മാഞ്ഞുപോയി, അപ്രത്യക്ഷമായി. എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ ബാനറിൽ നിന്നിട്ട് സംഭവിച്ചതാണ്. അദ്ദേഹത്തിനൊരു ഏകാധിപത്യ പ്രവണത ഉണ്ടായിരുന്നു, അത് അംഗീകരിച്ച് കൊടുത്തു. അതിൻ്റെ ആക്ഷേപം ഇപ്പോൾ ബിനോയ് വിശ്വം CPI-യുടെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ വരെ മാറ്റണമെന്നാണ് പറഞ്ഞത്. കാര്യം 18 19 MLA-മാരുണ്ടായിരുന്ന നേരെ 8 ചുരുങ്ങിയില്ലേ. മറ്റ് 7 പേര് ഇല്ലാണ്ടായി. 7 ഘടകകക്ഷികൾ LDF ഇല്ലാണ്ടായി, മാഞ്ഞുപോയി, അപ്രത്യക്ഷമായി. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ശ്രീ KM മാണിയുടെ ഒരു MLA പോലും ഇല്ലാത്ത ഒരു നിയമസഭ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്, ചരിത്രത്തിലാദ്യമായിട്ടാണ്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചത്? അന്നത്തെ മുഖ്യമന്ത്രി, 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേട്ടമാണോ മേന്മയാണോ എന്തൊക്കെയാണോ ജനങ്ങൾ കൽപ്പിച്ചു കൊടുത്തതെല്ലാം അടികിട്ടിയതെല്ലാം ഘടകകക്ഷികൾക്കാണ്. അല്ല, ഇപ്പോൾ അങ്ങ് പറഞ്ഞു 7 ഘടകകക്ഷികൾ മാഞ്ഞുപോയി. ഉള്ള ഒരു ഘടകകക്ഷി CPI-ക്കുള്ളിൽ പ്രശ്നമാണ്. CPI-യും CPM-ഉം ചില കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, ഇതിനകത്ത് സ്വാഭാവികമായിട്ട് പൊതുജനം ചിന്തിക്കും. നമ്മൾ മാധ്യമപ്രവർത്തകർ അങ്ങനെ ചിന്തിക്കുന്നതിന് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംബ്ലിയിൽ പോലും ഒരു ഗുണവുമില്ല, പ്രത്യേകിച്ച് കാറോ പെർക്സോ ഒന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, പ്രതിപക്ഷ ഉപനേതാവിന് അവിടെ കോറിഡോറിലൊരു റൂം കിട്ടും, അസംബ്ലിയിൽ ഒരു റൂം കിട്ടും. അത്ര മാത്രമേ CPI ആഗ്രഹിക്കുന്നുള്ളൂ, ചോദിക്കുന്നുള്ളൂ. അതുപോലും കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലും ശ്രീ പിണറായി വിജയൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഇവരിപ്പോഴും അതിൽ നിന്നും പിന്മാറിയിട്ടില്ല. CPI പിന്മാറുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI അണികളും മറ്റ് ബിനോയ് വിശ്വം ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാവരും പറയുന്നത് കിട്ടുന്നില്ലെങ്കിൽ ബിനോയ് വിശ്വം മാറിക്കുമെന്നാണ് പറയുന്നത്. പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം CPI-ക്ക് തരുന്നില്ലെങ്കിൽ, അത് മേടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശ്രീ ബിനോയ് വിശ്വം താങ്കൾ രാജിവെച്ച് പോകും. പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം താങ്കൾ രാജിവെക്കുക എന്നുള്ള ഡിമാൻഡിലാണ് അവിടെ നിൽക്കുന്നത്. അവിടുത്തെ കലഹം അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ നടത്തുന്നതെല്ലാം പുള്ളിക്കൊരു പ്രസക്തി, മാധ്യമ ലോകത്ത് പൊതുപ്രവർത്തനത്തിൽ ഒരു പ്രസക്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഭരണമുന്നണിയെ, പ്രതിപക്ഷ നേതാവാണ് എന്തായാലും, ഭരണമുന്നണിയെ അത്തരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ പറഞ്ഞ്. അല്ല, നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം, അത് ഈ ഒരു KPCC പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള ചർച്ചയുടെ ഒരു ഭാഗമല്ല എങ്കിൽ തന്നെയും നമ്മൾ നോക്കുമ്പോൾ, കേരള രാഷ്ട്രീയം നോക്കുമ്പോൾ ഇത്രയും സ്ട്രോങ് ആയി അല്ലെങ്കിൽ കരുത്തനായി ഏകാധിപതിയായി നിന്ന ഒരു നേതാവ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ തീർത്തും അപ്രസക്തനായി പോയി. പൊളിറ്റിക്കലി ആൻഡ് എല്ലാം നോക്കുമ്പോഴാണെങ്കിലും തീർത്തും ഇത്രയേറെ ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവ് എൻ്റെ അറിവിൽ ഇല്ല. നമ്മളൊക്കെ കണ്ടിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ എന്ന തലയെടുപ്പുള്ള ആ ഒരു കൊമ്പനാണ്. അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതൊന്നുമല്ലാത്ത ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു. അല്ല, അതിൻ്റെ കാരണം VS എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനായിരുന്നു അന്ന് മാധ്യമങ്ങളിലും ലോകത്തും ഈ മലയാള രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രസക്തി കിട്ടിയത്. കാര്യം അദ്ദേഹം ഈ വല്ല പ്രായത്തിന് അധികരിച്ചുള്ള ആവേശമൊക്കെ കാണിച്ച് ഒരുപാട് ഇഷ്യൂസ് ഇടപെട്ടിട്ടുണ്ട് പുള്ളി. മതികെട്ടമ്മല മുതൽ ഇങ്ങറ്റം സ്ത്രീ പീഡന കേസുകൾ തൊട്ട് നിരവധി പ്രശ്നങ്ങളിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ടുന്ന വ്യക്തിത്വമായിരുന്നു. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ അത്തരം സാമൂഹിക സാഹചര്യങ്ങളൊന്നും വഴങ്ങുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു രീതി അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ശൈലി ബേസിക്കലി അദ്ദേഹം ഇങ്ങനെ ഇരുന്ന ഒരു ഛത്രപതി ഏകാധിപത്യ രീതിയിൽ ഓർഡർ ചെയ്യുന്നു, പ്രജകൾ അനുസരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതുപോലൊന്നും പ്രകടിപ്പിക്കാനുള്ള ആ ഒരു വൈബില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ടെയിൻറ്റഡ് ആണെന്നുള്ളത് ബോധ്യമായി എല്ലാവർക്കും. ടെയിൻറ്റഡ് ആണ്. അദ്ദേഹത്തിന് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്, അഴിമതി കാര്യത്തിലും സ്വജനപക്ഷപാതത്തിലും പല
സർക്കാരിൻ്റെ ഭരണത്തിലും ഒക്കെ തന്നെ ദുർഭരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടേൻറ്റഡാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ആക്ഷേപം പുള്ളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും ഭരിക്കുന്ന കോൺഗ്രസിനെതിരെയൊക്കെ മുന്നണിക്കെതിരെയൊക്കെ എന്തെങ്കിലും യേശുന്നില്ല എന്ന് മാത്രം. അത് കാരണം ഇതാണ്, പുള്ളി സ്വന്തമായിട്ട് ടേൻറ്റഡ് ആയിരിക്കും, പിന്നെ എങ്ങനെ യേശുന്നത്? അതാണ് പ്രശ്നം. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പോകുമ്പോൾ ആ മുന്നണിയുടെ പരാജയം നമ്മൾ കാണുന്നു, അംഗീകരിക്കുന്നു, നമ്മുടെ മനസ്സിലുണ്ടാവും ഇവർ ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ തോറ്റു എന്ന്. പക്ഷേ ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആളിനെ ഇത്രയേറെ അവമതിപ്പോടെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ കാണുന്ന അദ്ദേഹം പറയുന്നതൊന്നും തന്നെ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഇത്തരത്തിലൊരു സ്ഥിതി വേറൊരു നേതാവിനുണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ കേരള ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയധികം ഏകാധിപത്യ പ്രവണതയിൽ തോന്നിയാസത്തിന് കാര്യങ്ങൾ ചെയ്തു പോയ ഒരു ചരിത്രം കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിൽ പരിചിതമല്ല. അതായത് ഇതുവരെ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് പുള്ളിക്ക് പറ്റിയിരിക്കുന്നത്. പുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് അയൺ ഹാൻഡായിട്ട് പുള്ളിയുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ മുന്നണിയിലുള്ള ഘടകകക്ഷികളെ പോലും മാനിച്ചില്ല. അതാണ് ഈ CPI ഇപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീ കാനം രാജേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇത്തരം പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ ധാരണകളിലെത്തി. ശ്രീ പിണറായി വിജയനുമായിട്ട് എന്തൊക്കെയോ ചില ധാരണകളിലെത്തിയതുകൊണ്ട് കുറച്ചു കാലം അവർ പിടിച്ചു നിന്നു. ശ്രീ ബിനോയ് വിശ്വത്തിന് ആ ഒരു രീതി വഴങ്ങുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രത്യക്ഷത്തിൽ എല്ലാത്തിനും ഉത്തരവാദി അദ്ദേഹം തന്നെ 10 വർഷം ഭരിച്ചതിൻ്റെ ദുർവിധിയായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ KPCC പുനഃസംഘടനയും ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്, അല്ലേ? അതുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇരട്ടപ്പദവി അവിടെയും വരുമോ? വരുമല്ലോ, ഓഫ് കോഴ്സ്. അവിടെ ഇപ്പോൾ വൈസ് പ്രസിഡന്റുമായിട്ട് ഇരിക്കുന്ന നമ്മുടെ ശ്രീ PC വിഷ്ണുനാഥ്, അദ്ദേഹത്തിനെയൊക്കെ മാറ്റേണ്ടി വരും. അത്തരം സ്ഥാനങ്ങളൊക്കെ മറ്റ് പുതിയ കുറേ ആൾക്കാർ KPCCയിലേക്ക് പുതിയ കുറേ ആൾക്കാർ വരും. അത് നല്ല കാര്യങ്ങളല്ലേ, നല്ല കാര്യം, അത് നടക്കട്ടെ. അത് അവർ പാർട്ടി ഉചിതമായ തീരുമാനം എടുക്കും. നയപരമായി പറഞ്ഞ പോലെ രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്നെ ഉള്ളവർ, മന്ത്രിമാരായിട്ടുള്ളവർ, RCയും KMഉം മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടല്ലോ, ശ്രീ സണ്ണി ജോസഫൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അത് ഉചിതമായ തീരുമാനം എടുക്കും, ആർക്കൊക്കെ എവിടെയൊക്കെ അക്കോമഡേഷൻ കൊടുക്കാം. കാരണം ഈ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വേണ്ടി പാർട്ടി സ്ഥാനങ്ങൾ വേണം, മന്ത്രിസ്ഥാനം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു ആസ്പിറേഷൻ അത് തെറ്റല്ലല്ലോ, അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തവരെ 140 സീറ്റിലല്ലേ മത്സരിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഘടകകക്ഷികളെയും കൂടെ മാനിച്ചല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ PCC തെരഞ്ഞെടുപ്പ് അവിടുത്തെ സ്ഥാനമാനങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റാതെയോ മറ്റു പ്രശ്നങ്ങളിൽ മാറി നിൽക്കുകയോ ചെയ്യേണ്ടി വന്നവർക്ക് അക്കോമഡേഷൻ കിട്ടും. അങ്ങനെ ഒരു പുനഃസംഘടന നല്ലത് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. ഓക്കെ, അത് വേഗമാകണമെന്ന് മാത്രമല്ലേ? അതെ, അത് വേഗമാകണമെന്ന് മാത്രമല്ല, അതും വേഗമാക്കണം. ഈ ബോർഡ് കോർപ്പറേഷൻ കാര്യങ്ങളിൽ തീരുമാനം എടുക്കണം. ഇപ്പോൾ അതൊരു പ്രശ്നമാണ്. കാരണം LDFൻ്റെ കാലത്തുണ്ടായിരുന്ന ബോർഡും കോർപ്പറേഷനും ഒക്കെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് വേഗത്തിൽ മാറ്റാമായിരുന്നു, ഇതിനകം തന്നെ മാറ്റാമായിരുന്നു. അല്ല, അത് അവർ ഇന്നോ നാളെയോ കൊണ്ട് ഇത് തുടങ്ങുക, മുന്നണി UDFൻ്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തീരുമാനമാകും. അത് ഒരു വഴിക്ക് അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാകും. യെസ്, അതാണ് KPCC പ്രസിഡന്റ് സ്ഥാനം, അതുപോലെ തന്നെ KPCC പുനഃസംഘടന, ഇതൊക്കെ തന്നെ വേഗത്തിൽ തീരുമാനിക്കുന്ന ഒരു കാര്യമായി മാറേണ്ടതുണ്ട് എന്ന് പാർട്ടിയെ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിരീക്ഷകരും ആ കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എത്രയും പെട്ടെന്നൊരു ശക്തനായ KPCC പ്രസിഡന്റ് വേണം. ഇന്ന് നമ്മുടെ ചർച്ചയിൽ ശ്രീ L. അജിത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജോസഫ് വാഴയ്ക്കൻ KPCC പ്രസിഡന്റ് ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം മാനദണ്ഡങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ കഴിവ് എല്ലാം വെച്ച് നോക്കുമ്പോൾ അതാണ് സാധ്യത കാണുന്നത്. സാമുദായിക ഇക്വേഷനും അവിടെ ആപ്റ്റായി വരുന്നുണ്ട്. കാരണം സണ്ണി ജോസഫ് മാറുമ്പോൾ ഒരു കത്തോലിക്കൻ തന്നെ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് പലരുടെയും പേര് ചർച്ചകളിലൊക്കെ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്കൊക്കെ തന്നെ MLA അല്ലെങ്കിൽ MP എന്ന മറ്റൊരു പദവി കൂടിയുണ്ട്. അതാണ് ജോസഫ് വാഴയ്ക്കനിലേക്ക് സാധ്യതയുടെ പെൻഡുലം വരുവാൻ സാധ്യത എന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ എത്രയും വേഗം ഈ ഒരു പുനഃസംഘടന ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.